നഗ്ന ചിത്രം അയച്ചത് രേവതിക്ക്. നമ്മളൊന്ന് കേട്ടിട്ടുള്ള ന്യൂസാണ്. അതായത് രഞ്ജിത്ത് നമ്മുടെ ഇരനെ ബാംഗ്ലൂരിലെ താജ് ഹോട്ടലിലോട്ട് കൊണ്ടുപോയി, അല്ല അങ്ങോട്ട് വിളിച്ചു വരുത്തി, അവിടുന്ന് നേക്കഡാക്കി കുറേ കൺമഷിയൊക്കെ വാരി പൊത്തി ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് ഈ ചിത്രങ്ങൾ അയച്ചു കൊടുത്തത് രേവതിക്കാണെന്നാണ് നമ്മുടെ ഈ ഇര പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞതല്ല, ഇര പറഞ്ഞതാണ്. എന്നെ ആക്ച്വലി രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ്സ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പേര് രേവതിയാണ്. നീ എന്താ പറഞ്ഞേ? ഒന്നുകൂടി പറഞ്ഞടാ. അവരുടെ പേര് രേവതിയാണ്. നടി രേവതിയായിരുന്നു. അവരുടെ പേര് രേവതിയാണെന്നാണ് എന്നോട് പറഞ്ഞത്. സോ രേവതിയായിട്ട് രഞ്ജിത്തിന് ബന്ധമുണ്ടോ ഇല്ലയോ എനിക്കറിയാം. അവര് എന്റെ ഫോട്ടോസ് എടുത്തിട്ട് എങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത്. അപ്പൊ പറഞ്ഞു രേവതിക്കാണെന്ന് പറഞ്ഞു. രേവതി ഉണ്ട്, അവര് നിന്നെ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. സംഭവം മൊത്തം ട്വിസ്റ്റാണ്. അതായത് നഗ്ന ചിത്രം അയച്ചത് രേവതിക്കാണെന്നാണ് നമ്മുടെ ഇര പറഞ്ഞിട്ടുള്ളത്. രഞ്ജിത്തിനെതിരെ കേസുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ള നമ്മുടെ ഇര പറഞ്ഞിട്ടുള്ളത് തന്നെ ബാംഗ്ലൂരിലുള്ള താജ് ഹോട്ടലിലോട്ട് വിളിച്ചു വരുത്തി, അവിടുന്ന് കണ്ണിൽ കൺമഷി പരട്ടി മദ്യം കൊടുത്തു. എന്നിട്ട് കണ്ണാടിക്ക് മുമ്പിൽ പോയിരുന്നിട്ട് വസ്ത്രം അയക്കാൻ പറഞ്ഞു. വസ്ത്രം അയച്ചിട്ട് ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോ അയച്ചു കൊടുത്തത് നമ്മുടെ രേവതിക്കാണ്, നടി രേവതിക്കാണെന്നാണ് ഈ പയ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം എല്ലാവരും ആലോചിച്ചു, അതായത് WCCയുടെ എന്താ പറയുക തലപ്പത്തുള്ള രേവതിയും ഇപ്പം എല്ലാതരം ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള രഞ്ജിത്തും തമ്മിലെന്താ ഇത്ര വലിയ ബന്ധം? അതായത് ഒരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഈ പയ്യനിപ്പോൾ എവിടുന്ന് പെട്ടെന്ന്, അതായത് ഇന്നലെ വന്ന ന്യൂസാണ് ഇതൊക്കെ. ഇന്നലെ വന്ന പയ്യൻ എവിടുന്ന് രേവതിയുടെ പേര് വരുന്നു? അതായത് രഞ്ജിത്തും രേവതിയും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടോ? അതല്ലെങ്കിൽ എങ്ങനെ അവൻ ആ ഒരു പേര് കിട്ടിയെന്നുള്ളതൊക്കെ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞൊരു 4-5 ദിവസം മുമ്പ് ഒരു ക്രൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട്, ഒരു യൂട്യൂബ് ചാനലാണ്. അതിൽ ഞാനൊരു ന്യൂസ് കണ്ടു. ആ ന്യൂസ് അങ്ങനെയുണ്ട്. ഇങ്ങനെയുള്ള രഞ്ജിത്ത് രേവതി എന്ന് പറയുന്ന സുപ്രസിദ്ധ നടിയുമായി പ്രണയത്തിലായി. ശരിക്കുള്ള പ്രണയമായിരുന്നു. പ്രണയം മൂത്ത് കാമമാവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% ശരിയാണ്. പിന്നീട് അവരുടെ നമുക്കറിയാം രാവണപ്രഭുവിലും അതേപോലെ ദേവാസുരത്തിലും അതെല്ലാം രഞ്ജിത്തിൻ്റെ സ്ക്രിപ്റ്റായിരുന്നു. ആ രഞ്ജിത്തിൻ്റെ സ്ക്രിപ്റ്റിൽ തയ്യാറാക്കിയ കഥാപാത്രങ്ങളിൽ ആദ്യം മോഹൻലാലുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു രേവതി. പിന്നീട് രഞ്ജിത്തുമായി വളരെ അടുത്ത ബന്ധമായി. രഞ്ജിത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായി. രഞ്ജിത്തിന് രേവതി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഏത് സമയത്ത് ഫോണിലൂടെയാണെങ്കിൽ നേരിട്ടും രഞ്ജിത്ത് രേവതിയോട് ഇഴുകിച്ചേർന്നുകൊണ്ട് മനസ്സും തമ്മിൽ ഒന്നിച്ച്, അവർ ശരീരവും മനസ്സും ഒന്നിച്ച് അങ്ങനെ യാത്ര ചെയ്തു. അതിലൊരു കുട്ടി ജനിച്ചു. ആഹാ, എന്തൊക്കെ കഥകളല്ലേ നമ്മളറിയാത്ത. അതായത് ഈ ന്യൂസിൽ പറഞ്ഞ കഥ വെച്ചിട്ട് ഇതിപ്പം ഇന്നും ഇന്നലെയും നടന്ന കഥകളല്ല, കുറേ കാലങ്ങളായിട്ട് ഗോസിപ്പായി നടക്കുന്ന കഥയാണ്. നമ്മളാരും അതിൽ അത്ര അങ്ങോട്ട് ഇൻട്രസ്റ്റഡ് അല്ലാത്തത് കൊണ്ടും നമ്മൾ അത്ര ഇൻവോൾവ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കഥകളൊക്കെ കാണാണ്ടായിപ്പോയത്. അപ്പം ഓൾറെഡി രഞ്ജിത്തും ഈ പറഞ്ഞ രേവതിയും തമ്മിൽ ഇങ്ങനത്തെ ഒരു ഗോസിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈവൻ രേവതിയുടെ സരോഗസി അതല്ലെങ്കിൽ IVF കൂടെ കിട്ടിയ കൊച്ചു വരെ രഞ്ജിത്തിൻ്റെ കൊച്ചാണെന്നാണ് ഈ പറഞ്ഞ ന്യൂസിൽ പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല. പിന്നെ അത് മാത്രമല്ല, ഞാനൊരു 2-3 ഇയേഴ്സിന് മുമ്പ് 1-2 ന്യൂസുകൾ, ഞാൻ പഴയ ന്യൂസുകളൊക്കെ എടുത്ത് നോക്കി. അപ്പോൾ ആ ന്യൂസിലും കണ്ടത് ഇതുപോലത്തെ വാർത്തകളാണ്. ഞാൻ കുഞ്ഞിനെ ദത്തെടുത്തതാണെന്നും സറോഗസിയിലൂടെ ലഭിച്ചതാണെന്നും ഒക്കെ സംസാരമുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഒരു കാര്യം പറയാം, ഇവൾ എൻ്റെ സ്വന്തം രക്തമാണ്, ബാക്കിയെല്ലാം സ്വകാര്യമായിരിക്കട്ടെ. തന്റെ ആഗ്രഹം നടപ്പിലാക്കാനുള്ള ധൈര്യം കുറെ കഴിഞ്ഞാണ് ലഭിച്ചതെന്നും രേവതി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. രേവതിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ജീവിതത്തിൽ അമ്മയാകുന്നതും അമ്മയായി അഭിനയിക്കുന്നതും രണ്ടും രണ്ടാണ്. മഹിയുടെ അമ്മയായത് എനിക്ക് ഒരു പുനർജന്മം പോലെയാണ്. ഒട്ടും എളുപ്പമല്ലാതെ എന്റെ റോൾ തന്നെ മാറ്റിമറിച്ചാണ് മഹിയുടെ ജനനം. ഈ ലോകത്തേക്കുള്ള അവളുടെ വരവിനെ എങ്ങനെയാണ് അവൾ സ്വീകരിക്കുക എന്ന് അറിയില്ല എന്നും ഇത് എന്റെ സ്വാർത്ഥതയാണോ എന്നും അറിയില്ലെന്നും താരം പറഞ്ഞിരുന്നു. എങ്കിലും അവളോട് സത്യം പറയുമെന്നും അവൾ വളർന്നു വരുമ്പോൾ എനിക്ക് അവൾക്ക് കൊടുക്കാനുള്ള ഉത്തരം എനിക്ക് ലഭിക്കുമെന്നും രേവതി വ്യക്തമാക്കി. അതായത് ഈ ന്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ളത് രേവതി എന്താ പറയുക, അതായത് ഒരു ഡൊണേഷൻ, സ്പേം ഡൊണേഷൻ ആരുടോ കയ്യിൽ നിന്ന് എടുത്തു. അത് സ്വന്തം എന്താ പറയുക, സരോഗസി ത്രൂ അല്ലെങ്കിൽ IVF ത്രൂ ഒരു അമ്മയായി ആ കൊച്ചിനെ വളർത്തുന്നു. കൊച്ചു സ്വന്തം കൊച്ചാണ്. സത്യം സരോഗസി ആണെങ്കിലും സ്പേം ഡോണേഴ്സ് ആരെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ആലോചിക്കുക, എല്ലാത്തിലും ഒരു കണക്ഷനും ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് മാത്രമല്ല, അവസാനം വന്നിട്ട് ഈ പയ്യൻ, അതായത് ഇവന് ഉണ്ടായ ഈ ഒരു അനുഭവത്തിൽ ഇവൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തത് വരെ രേവതിക്കാണെന്ന് പറയുമ്പം നമുക്ക് കണക്ട് ചെയ്യാൻ തോന്നും പല കാര്യങ്ങളും. അപ്പോൾ പിന്നെ
EWCCയും ഈ പറഞ്ഞ ആരോപണങ്ങളും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വായിക്കുമ്പം ഇതൊരു മതി വൃത്തികെട്ട കുഴഞ്ഞ കഥ തന്നെയാണ്. ഇതിലൊരുപാടൊന്നും ചിന്തിച്ച് ബാക്കിയുള്ളവർ തല ഉണ്ടാക്കുക എന്നല്ലാണ്ട് ഇത് മൊത്തത്തിൽ എല്ലാത്തിലും കണക്ഷൻസ് ഉണ്ട്. EWCCയിലെ അംഗങ്ങളായിക്കോട്ടെ, അമ്മയിലെ അംഗങ്ങളായിക്കോട്ടെ, നടന്മാരായിക്കോട്ടെ, നടിമാരായിക്കോട്ടെ, ജൂനിയർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, പ്രൊഡക്ഷനോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഫിലിമിൽ മൊത്തം ഈ പറഞ്ഞ കഥകൾ കോമൺ ആണ്. അപ്പം അതുകൊണ്ട് ഇത് വെച്ചിട്ടൊന്നും മലയാള സിനിമയെ തകർക്കാനോ അല്ലെങ്കിൽ മലയാള സിനിമനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി ചാണകം തളിച്ച് എന്താ പറയുക ശുദ്ധികലശം വരുത്താമെന്നൊക്കെ നമ്മൾ വെറുതെ വിചാരിക്കുക. സത്യമായിട്ട് വെറുതെ വിചാരിക്കുക.